ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാദവാർഷിക പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡുകൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുള്ള grades.ods എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഗ്രേഡുകൾ ഉൾപ്പെടുത്തി ഓരോ കുട്ടിയുടെയും വിലയിരുത്തൽ രേഖ, പ്രോഗ്രസ് റിപ്പോർട്ട് ലിബർ ഓഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. വിലയിരുത്തൽ രേഖയുടെ മാതൃക എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ പ്രോഗ്രസ് റിപ്പോർട്ട് OTT എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. തയ്യാറാക്കിയ വിലയിരുത്തൽ രേഖകൾ ഒറ്റ ഫയലായി സേവ് ചെയ്യുക. The grades obtained by students in a class in the quarterly exam are given in the file grade.ods in the exam documents folder in home. Include these grades and prepare a progress report for each child using the mail merge option. A sample progress report is given as progress report.ott in the exam documents folder. Save this document as a single file to external folder. പ്രോഗ്രസ് റിപ്പോർട്ട് .ott എന്ന ഫയലാണ് ആദ്യം തുറക്കേണ്ടത്. അതിനായി ഹോമിലെ എക്സാം ഡോക്യുമെൻ്റ് തുറക്കുന്നു. പ്രോഗ്രസ് റിപ്പോർട്ട് OTT എന്ന ഫയൽ തുറക്കുന്നു. ഇനി രണ്ടാമത് തുറക്കുവാനുള്ള ഫയൽ grades.ods എന്നതാണ്. അത് സാധാരണ രീതിയിലല്ല തുറക്കേണ്ടത്, ഇൻസെർട്ട് മെനു ഉപയോഗിച്ചിട്ടാണ് തുറക്കേണ്ടത്. ഇൻസെർട്ട് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തു. പിന്നീട് ഫീൽഡ്സ് എന്നതിന് നേരെ മോർ ഫീൽഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഡോക്യുമെൻ്റാണ്, ഡോക്യുമെൻ്റ് അല്ല ഡാറ്റാബേസിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ മെയിൽ മെർജ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സെലക്ട് ചെയ്യുന്നു. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ grades.ods എന്ന ഫയലാണ് തുറക്കേണ്ടത്. grades.ods സെലക്ട് ചെയ്യുന്നു, അത് തുറക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് തുറന്നു. ഗ്രേഡ്സ് എന്ന ഫയൽ തുറന്നു വന്നിരിക്കുന്നത് ഇവിടെയാണ്. അതിനിടത് ഭാഗത്തുള്ള ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷീറ്റ് എന്ന് വന്നിട്ടുണ്ട്. അതിനിടത് ഭാഗത്തുള്ള മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഫീൽഡുകൾ വരും. നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ ഇനി ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അഡ്മിഷൻ നമ്പർ ആവശ്യമുണ്ട്. അതിന് മുന്നിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അഡ്മിഷൻ നമ്പർ എന്നത് ഡ്രാഗ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരുന്നു. ഇനി നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, അതും ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഗ്രേഡുകൾ നോക്കുക. മലയാളം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം മലയാളം എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തും ഫീൽഡുകൾ ഇതുപോലെ കൊണ്ടുവരാവുന്നതാണ്. ഇംഗ്ലീഷ് എന്നതിന് മുന്നിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇംഗ്ലീഷ് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഹിന്ദി, അടുത്തത് സോഷ്യൽ സയൻസ്, അതും കൊണ്ടുവരുന്നു. സയൻസ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. മാത്തമാറ്റിക്സ്, അതും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ഈ ഫീൽഡ് ജാലകം ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാം. അതൊരു പ്രത്യേക രീതിയിലാണ്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രിൻ്റ് എന്ന ഓപ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ പ്രിൻ്റർ മാറ്റിയിട്ട് ഫയൽ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻ്റ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ഫയൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഹോമിലെ എക്സാം 10ൽ
നമ്മളിപ്പോൾ സേവ് ചെയ്ത ഫയൽ ഇതാണ്. രജിസ്റ്റർ നമ്പർ ശ്രദ്ധിക്കുക. അത് തുറന്ന് നോക്കാം. പ്രോഗ്രസ് കാർഡ് റെഡിയായി കഴിഞ്ഞു. എല്ലാ കുട്ടികൾക്കും നൽകുവാനുള്ള പ്രോഗ്രസ് കാർഡ് റെഡിയായി കഴിഞ്ഞു.